അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നത്ത് ബോർഡ് 10ാം തരത്തിലേക്ക് പുതുതായി തയ്യാറാക്കിയ ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അൻഅമ അലൈനാ വഹദാനാ ലിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദി അർഷദനാ ഇലാ സുബുലിസ് സലാം വഅലാ ആലിഹി വസഹ്ബിഹി വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ ആഖിരിൽ അയ്യാം. അമ്മാ ബഅദ്. എന്താണ് ഒന്നാമത്തെ യൂണിറ്റ്? സിൻ വ അർജിഹ്. ഓ തൂക്കുകാര, അല്പം മുൻതൂക്കം നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. സാധനങ്ങൾ തൂക്കാൻ കൂലിക്ക് നിർത്തിയ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണെന്ത്? സിൻ വ അർജിഹ്. ഓ തൂക്കുകാര, അല്പം മുൻതൂക്കം നൽകണേ എന്നുള്ളത്. ഇതിൽ പറയുന്ന വിഷയം കച്ചവടത്തെ കുറിച്ചാണ്. കച്ചവടം എന്നുള്ളത് ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കച്ചവട നിബന്ധനകൾ എന്നാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഇസ്ലാം അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു ജീവിത മാർഗമാണ് കച്ചവടം. വ്യക്തിക്കോ സമൂഹത്തിനോ ഹാനി വരുത്താതെ പ്രയാസപ്പെടുത്താം, ദോഷം വരുത്താം. ഹാനി വരുത്താതെ പൂർണ്ണ സമ്മതത്തോടെ ഉടമവകാശം കൈമാറുന്ന രീതിയാണ് കച്ചവടം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ കച്ചവടത്തിന് നിബന്ധനകളുണ്ട്. പൂർണ്ണ തൃപ്തിയോടെയാണ് ഇടപാടെന്ന് അറിയിക്കാൻ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടപാട് വാക്കാൽ പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യണം. കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ ഉടമവകാശം ഉണ്ടാവുകയും കൈമാറാൻ സാധിക്കുകയും വേണം. ഇല്ലെങ്കിൽ കച്ചവടം ശരിയാവുകയില്ല. ഉദാഹരണമായി, വെള്ളത്തിലുള്ള മത്സ്യം കൈമാറാൻ സാധിക്കൂല. മറ്റൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ആകാശത്തുള്ള പറവ. അതുപോലെ തന്നെയാണ് നമുക്ക് ഉടമസ്ഥാവകാശമോ കൈമാറാനോ സാധിക്കാത്തതാണ്. മുതലായവയുടെ വിൽപ്പന ശരിയാവില്ല. കാരണം നിബന്ധനകൾ ഒത്തില്ല എന്നുള്ളതാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ ഇന്ന് വ്യാപകമായി കാണുന്ന ഒന്നാണ്. മുതലായവ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇസ്ലാം അനുവദിക്കാത്ത വിനോദ വസ്തുക്കളും ഖുർആന്, ഹദീസ് തുടങ്ങിയ ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ അവയെ ആദരിക്കാത്ത മുസ്ലിങ്ങൾക്ക് കൈമാറുന്നതും ശരിയല്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുകയോ ന്യൂനത മറച്ചുവെച്ച് കച്ചവടം നടത്തുകയോ ചെയ്യരുത്. സത്യവിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ താമസിയാതെ കച്ചവടം റദ്ദ് ചെയ്യാൻ ബന്ധപ്പെട്ടവർക്ക് അവകാശമുണ്ട്. ഇതവർക്ക് നിർവഹിക്കാവുന്നതാണ്. വഞ്ചനയും ചൂഷണവുമില്ലാത്ത വിപണിയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതിനാൽ എല്ലാ ഇടപാടുകളും നിബന്ധനകൾ വിധേയമായിരിക്കണം. കച്ചവടം ശരിയാകാൻ വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽപ്പന വസ്തു, വില, ഈജാബ്, കബൂൽ എന്നിങ്ങനെ 6 റുക്നുകളുണ്ട്. റുക്നുകൾ എന്ന് പറഞ്ഞാൽ നിബന്ധനകളുണ്ട്. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കൂ. വിൽപ്പനയിൽ ഏർപ്പെടുന്നവർക്ക്, അഥവാ വിൽക്കുന്നവനോ വാങ്ങുന്നവനോ ആകട്ടെ, ആരായാലും ചില നിബന്ധനകളുണ്ട്. മുക്കല്ലഫ്, പ്രായപൂർത്തിയായിരിക്കും. മുക്കല്ലഫും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവരും, അഥവാ ഇഖ്തിയാർ ആയിരിക്കണം. കൂടാതെ ഖുർആൻ വാങ്ങണമെങ്കിൽ മുസ്ലിം ആവുകയും വേണം. വിൽപ്പനയ്ക്ക് വെക്കുന്ന വസ്തുവിനും അതിന്റെ വിലക്കും ചില നിബന്ധനകളുണ്ട്. ഉടമസ്ഥതയിൽ ഉള്ളതാവുക, ശുദ്ധമാവുക, ഉപകാരപ്രദമാവുക, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാവുക, കാണാൻ പറ്റുന്ന വസ്തുവിനെ കാണുക, അല്ലാത്ത വസ്തുവിന്റെ അളവും ഗുണവും വ്യക്തമായി അറിയുക എന്നിവയാണവ. അതിനാൽ ചില കാര്യങ്ങൾ ഒഴിവായിട്ട് നമുക്ക് പറയാം. അതിനാൽ നായ ശുദ്ധിയല്ല. അപ്പൊ നായ, മദ്യം അതും ശുദ്ധിയല്ല. മയക്കുമരുന്ന് അത് ഉപകാരപ്രദമല്ല. നജസ് വീണ എണ്ണ അതും ഉപകാരപ്രദമല്ല. മ്യൂസിക് ഉപകരണങ്ങൾ അതും ഇസ്ലാം അനുവദിച്ച ഉപകാരം അതിനില്ല. വഴിയില്ലാത്ത ഭൂമി അതും ഉപകാരമില്ല. വിശാലമായ കുളത്തിൽ കഴിയുന്ന മത്സ്യം അത് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. തുടങ്ങിയ വസ്തുക്കൾ വിൽക്കാൻ പാടില്ല. ഓൺലൈൻ കച്ചവടം. എന്താണ് ഓൺലൈൻ കച്ചവടം എന്ന് പറയുന്നത്? ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ഓൺലൈൻ കച്ചവടം, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ്, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ചുരുക്കത്തിൽ ഓൺലൈൻ കച്ചവടം. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ വലിയ ഓൺലൈൻ കച്ചവടം ബിസിനസ് നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതിലൂടെ നടത്തുന്ന കച്ചവടത്തിനാണ് എന്ത് പറയാ, ഓൺലൈൻ കച്ചവടം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് എന്ത്, സ്റ്റോക്ക് മാർക്കറ്റ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്? പൊതുവായി പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്ന ഒരു പൊതു വിപണിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഓഹരി വിപണി എന്ന് പറയും. നമ്മൾ പച്ചക്കറികളോ മറ്റു സാധനങ്ങളോ വാങ്ങാൻ മാർക്കറ്റിൽ പോകുന്നത് പോലെ കമ്പനിയുടെ ഉടമസ്ഥതയുടെ ചെറിയൊരു പങ്ക് വാങ്ങാനും വിൽക്കാനും ആളുകൾ ഒത്തുകൂടുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത്. ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് വളർത്താനോ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനോ വലിയ തുക ആവശ്യമായി വരുമ്പോൾ അവർ ആകെ മൂലത്തെ ചെറിയ ചെറിയ പങ്കുകളായി തിരിക്കുന്നു. ഇതിലെ ഒരു പങ്കിനെയാണ് ഷെയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കമ്പനി ഷെയർ വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ അത്രയും ശതമാനം ചെറിയ ഉടമസ്ഥ നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് വ്യാപാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി സാങ്കേതിക അറിവുകളുടെ കൈമാറ്റം അഥവാ ടെക്നോളജി ട്രാൻസ്ഫർ. എന്താണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ സ്ഥാപനമോ സർവകലാശാലയോ അല്ലെങ്കിൽ ഒരു രാജ്യമോ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ, അറിവ്, ഉൽപാദന രീതികൾ, നൈപുണ്യങ്ങൾ എന്നിവ മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ കൈമാറുന്ന പ്രക്രിയയാണിത്. ലളിതമായി പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കണ്ടെത്തിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെയോ സാങ്കേതിക വിദ്യകളെയോ വിപണിയിൽ വാണിജ്യപരമായി ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ആയി മാറ്റാൻ മറ്റുള്ളവരെ അനുവദിക്കുന്ന പ്രക്രിയയാണത്. നാലാമതായി റിയൽ എസ്റ്റേറ്റ് വ്യാപാരം. എന്താണത്? ലളിതമായി പറഞ്ഞാൽ ഭൂമിയും അതിന്മേലുള്ള നിർമ്മിതികളും അഥവാ കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന സ്വത്തുക്കളെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഭൂമി, വീടുകൾ, ഫ്ളാറ്റുകൾ, വാണിജ്യ കെട്ടിടങ്ങൾ കൂടാതെ ആ മണ്ണിലുള്ള പ്രകൃതി വിഭവങ്ങൾ അഥവാ മരങ്ങൾ, വിളകൾ, ധാതുക്കൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇതിനാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരം എന്ന് പറയുന്നത്. ഇതൊക്കെ നിബന്ധനകളെത്താൽ സാധുവാകുന്നതാണ്. വസ്തുക്കൾ വിൽപ്പന നടത്തുന്നത് പോലെ ഇവന്റ് മാനേജ്മെന്റ്. എന്താണ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ലളിതമായി പറഞ്ഞാൽ ഒരു പരിപാടി ഇവന്റ് അതിന്റെ ആശയ രൂപീകരണം മുതൽ വിജയകരമായി നടത്തി തീർക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നിയന്ത്രിക്കുന്ന പ്രക്രിയയാണെന്ന് പറയുന്നത് ഇവന്റ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. വിവാഹങ്ങൾ, ജന്മദിനാഘോഷങ്ങൾ, വലിയ കോൺഫറൻസുകൾ, സംഗീത പരിപാടികൾ, ഉൽപ്പന്ന ലോഞ്ചുകൾ തുടങ്ങി ഏതു തരം പരിപാടിയും ഇതിൽ ഉൾപ്പെടാം. ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് നല്ലൊരുഭവം നൽകുകയും അത് നടത്തുന്ന ആളുകളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയുമാണ് ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യം. പോലെയുള്ള ഉപകാരങ്ങളും വിൽക്കാവുന്നതാണ് എന്നർത്ഥം. ചുരുക്കത്തിൽ ഇതിന് നിബന്ധനകൾ മേളിക്കണം എന്നർത്ഥം. ഇത് നോക്കൂ, വിറ്റയാളോ വാങ്ങിയാളും ഇടപാട് നടന്ന സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഓരോരുത്തർക്കും കച്ചവടം ഉറപ്പിക്കാനും ദുർബലമാക്കുവാനുമുള്ള അവകാശമുണ്ട്. അതുപോലെ പലിശ വരുന്ന വസ്തുക്കളല്ലാത്തവയിൽ 3 ദിവസം വരെ കച്ചവടം ഉറപ്പിക്കുവാനോ റദ്ദാക്കുവാനോ ഓരോരുത്തർക്കും അവകാശമുണ്ട്. കച്ചവടച്ചരക്കിൽ ന്യൂനത കണ്ടാലും ഇടപാട് സമയത്തുള്ള നിബന്ധനകൾക്കാതിരുന്നാലും റദ്ദാക്കാവുന്നതാണ്. ഇനി നോക്കടുത്തത്, വ്യാപാരികൾ സൗമ്യതയുള്ളവരും വിട്ടുവീഴ്ച ചെയ്യുന്നവരുമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കടം തിരിച്ചു ചോദിക്കുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നവർ അല്ലാഹു തആല കരുണ ചൊരിയട്ടെ. ബുഖാരിയിലുള്ള ഹദീസാണ്. 2076 ഹദീസ്. വ്യാപാരികൾ വ്യാപാര സംബന്ധമായ അറിവുള്ളവരായിരിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദീനിൽ അറിവ് നേടിയവരല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ കച്ചവടം നടത്തരുത്. തിർമിദി 487 ഹദീസ്. കൂടാതെ സ്വതക്ക വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്യാപാരി സമൂഹമേ, തീർച്ചയായും പിശാചും തിന്മയും കച്ചവടത്തിൽ കടന്നു വരും. അതിനാൽ നിങ്ങൾ നിങ്ങളെ കച്ചവടത്തോട് സ്വതക്ക കൂടി ചേർക്കുക, സ്വതക്ക കൂട്ടിച്ചേർക്കുക. തിർമിദിയിലെ 1208 ഹദീസ്. അളന്നും തൂക്കിയും കൊടുക്കുമ്പോൾ കൃത്യത പാലിക്കുന്നതോടൊപ്പം സൂക്ഷ്മത കാണിക്കുകയും വേണം. സാധനങ്ങൾ തൂക്കാൻ കൂലിക്ക് നിർത്തിയ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ വസാൻ സിൻ വഅർജിഹ്, ഓ തൂക്കുകാരാ, അല്പം മുൻതൂക്കം നൽകണേ. ഇബ്നു മാജയിൽ 2220 ഹദീസ്. ജമാഅത്ത് നിസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കും കച്ചവടം തടസ്സമാകരുത്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഹാബികൾ കച്ചവടം ചെയ്തിരുന്നവരായിരുന്നു. എന്നാൽ അതോടൊപ്പം അവർ നിസ്കാരങ്ങൾ ജമാഅത്തായി
നിർവഹിക്കുന്ന വീഴ്ച വരുത്തിയിരുന്നില്ല. ഹില്ലത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിലുണ്ട്. ലാഭപ്രതീക്ഷയോടെ കച്ചവടം ചെയ്യുന്നത് തെറ്റല്ല. ഉർവത്തുൽ ബാരിഖി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു ദീനാർ നൽകി. അതുകൊണ്ട് ഒരാടിനെ വാങ്ങാൻ ആവശ്യപ്പെട്ടു. ഉർവ റളിയല്ലാഹു അൻഹു ആ ദീനാർ കൊണ്ട് 2 ആടുകൾ വാങ്ങി. അവയിൽ ഒന്നിന് ഒരു ദീനാറിന്. പിന്നീട് അദ്ദേഹം ഒരു ആടും ഒരു ദീനാറും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളെല്ലാം വലിയ ബറക്കത്ത് ലഭിച്ചു. മണ്ണ് വാങ്ങിയാൽ പോലും അദ്ദേഹത്തെ അതിൽ ലാഭം ലഭിച്ചിരുന്നു. അബൂദാവൂദ്, തിർമിദി ഹദീസ്. സത്യസന്ധമായ കച്ചവടം നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വസ്തനും അങ്ങേയറ്റം സത്യസന്ധനുമായ കച്ചവടക്കാരൻ സ്വർഗത്തിൽ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെയായിരിക്കും. തിർമിദി 1250 ഹദീസ്. ഒരിക്കൽ മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഒരു ജൂതനിൽ നിന്ന് 40,000 ദിർഹമിന് എണ്ണ വാങ്ങി. എണ്ണയിൽ ചത്തെലി കണ്ടു. ഈ എണ്ണ തിരിച്ചു നൽകിയാൽ ജൂതനത് മറ്റാർക്കെങ്കിലും നൽകുമോ എന്ന് ഭയപ്പെട്ട അദ്ദേഹം ആ എണ്ണ മുഴുവൻ ഒഴുക്കിക്കളഞ്ഞു. ഭൗതിക നഷ്ടമല്ല, പാരത്രിക നേട്ടമാണ് വലുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. നമുക്കും ഇത്തരം ചിന്തയാണ് വേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇനി നമുക്ക് ദിരിബാത്ത് വായിക്കാം. ഒന്നാമത്തെ വർക്ക് നെസ്സിൽ മാച്ച് ദ ഫോളോവിംഗ് ആണ്. 1, കച്ചവടം ശരിയാവാനുള്ള റുക്നാണ് ലെറ്റർ ബി, വാങ്ങുന്നവനുണ്ടാവൽ. രണ്ടാമത്തത് വിൽക്കുന്നവനുള്ള നിബന്ധനയാണ് ലെറ്റർ ഡി, മുക്കല്ലഫാവൽ. 3, ഖുർആൻ വാങ്ങുന്നവൻ നിബന്ധനയാണ് ലെറ്റർ എ, മുസ്ലിമാവൽ. 4, വിൽപ്പന വസ്തുവിനുള്ള നിബന്ധനയാണ് ലെറ്റർ സി, ശുദ്ധമാവുക. സെക്കൻഡ് ആക്ടിവിറ്റി നുജീബു, ഉത്തരമെഴുതാം. ചോദ്യം 1, കച്ചവടത്തിന്റെ റുക്കുനുകൾ ഏതെല്ലാം? വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽപ്പന വസ്തു, വില, ഈജാബ്, ഖബൂല്. ചോദ്യം 2, വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള നിബന്ധനകൾ ഏതെല്ലാം? ഉത്തരം, മുക്കല്ലഫും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവനും അഥവാ ഇഖ്തിയാർ ആയിരിക്കണം. കൂടാതെ ഖുർആൻ വാങ്ങണമെങ്കിൽ മുസ്ലിമാവുകയും വേണം. മൂന്നാമത്തെ ചോദ്യം, വിൽപ്പന വസ്തുവിനുള്ള നിബന്ധനകൾ ഏതെല്ലാം? ഉത്തരം, വിൽപ്പനക്ക് വെക്കുന്ന വസ്തുവിനും അതിന്റെ വിലക്കും ചില നിബന്ധനകളുണ്ട്. ഉടമസ്ഥതയിൽ ഉള്ളതാവുക, ശുദ്ധമാവുക, ഉപകാരപ്രദമാവുക, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാവുക, കാണാൻ പറ്റുന്ന വസ്തുവിനെ കാണുക, അല്ലാത്ത വസ്തുവിന്റെ അളവും ഗുണവും വ്യക്തമായി അറിയുക എന്നിവയാണവ. ചോദ്യം 4, വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത 7 വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം, നായ, മദ്യം, മയക്കുമരുന്ന്, നജസ് വീണ എണ്ണ, മ്യൂസിക് ഉപകരണങ്ങൾ, വഴിയില്ലാത്ത ഭൂമി, വിശാലമായ കുളത്തിൽ കഴിയുന്ന മത്സ്യം. ചോദ്യം 5, കച്ചവടം റദ്ദാക്കാം ആർക്ക്, എപ്പോൾ? വിറ്റയാളും വാങ്ങിയയാളും ഇടപാട് നടന്ന സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഓരോരുത്തർക്കും കച്ചവടം ഉറപ്പിക്കുവാനും ദുർബലമാക്കുവാനുള്ള അവകാശമുണ്ട്. ചോദ്യം 6, അല്ലാഹു തആല കരുണ ചൊരിയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു ആർക്ക്? വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കടം തിരിച്ചു ചോദിക്കുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. ചോദ്യം 7, കച്ചവടത്തിൽ സ്വതക്ക കൂട്ടിച്ചേർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. കാരണം പിശാചും തിന്മയും കച്ചവടത്തിൽ കടന്നു വരും. ചോദ്യം 8, സത്യസന്ധരായ കച്ചവടക്കാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? സ്വർഗത്തിൽ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെയായിരിക്കും. ഈ തേർഡ് വർക്ക് തഖ്സീസ് നക്തുബ് ഫിഖറ, പാരഗ്രാഫ് എഴുതുക. 1, വിൽപ്പന വസ്തുക്കളുടെ നിബന്ധനകൾ. വിൽപ്പനക്ക് വെക്കുന്ന വസ്തുവിനും അതിന്റെ വിലക്കും ചില നിബന്ധനകളുണ്ട്. ഉടമസ്ഥതയിൽ ഉള്ളതാവുക, ശുദ്ധമാവുക, ഉപകാരപ്രദമാവുക, ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതാവുക, കാണാൻ പറ്റുന്ന വസ്തുവിനെ കാണുക, അല്ലാത്ത വസ്തുവിന്റെ അളവും ഗുണവും വ്യക്തമായി അറിയുക എന്നിവയാണവ. അതിനാൽ നായ, മദ്യം, മയക്കുമരുന്ന്, നജസ് വീണ എണ്ണ, മ്യൂസിക് ഉപകരണങ്ങൾ, വഴിയില്ലാത്ത ഭൂമി, വിശാലമായ കുളത്തിൽ കഴിയുന്ന മത്സ്യം തുടങ്ങിയ വസ്തുക്കൾ വിൽക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തത് ഉർവത്തുൽ ബാരിഖ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടം. ഉർവത്തുൽ ബാരിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു ദീനാർ നൽകി. അതുകൊണ്ട് ഒരാടിനെ വാങ്ങാൻ ആവശ്യപ്പെട്ടു. ഉർവ റളിയല്ലാഹു അൻഹു
ആ ദീനാറ് കൊണ്ട് 2 ആടുകൾ വാങ്ങി അവയിൽ ഒന്നിനെ 1 ദീനാറിന് വിറ്റു. പിന്നീട് അദ്ദേഹം 1 ആടും 1 ദീനാറും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ തിരിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിലെല്ലാം വലിയ ബറക്കത്ത് ലഭിച്ചു. മണ്ണ് വാങ്ങിയാൽ പോലും അദ്ദേഹത്തിന് അതിൽ ലാഭം ലഭിച്ചിരുന്നു. മൂന്നാമത്തത് ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മത. ഒരിക്കൽ മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഒരു ജൂതനിൽ നിന്ന് 40,000 ദിർഹമിന് എണ്ണ വാങ്ങി. എണ്ണയിൽ ഒരു ചത്ത എലി കണ്ടു. ഈ എണ്ണ തിരിച്ചു നൽകിയാൽ ജൂതൻ അത് മറ്റാർക്കെങ്കിലും നൽകുമോ എന്ന് ഭയപ്പെട്ട അദ്ദേഹം ആ എണ്ണ മുഴുവൻ ഒഴുകിക്കളഞ്ഞു. ഭൗതിക നഷ്ടമല്ല, പാരത്രിക നേട്ടമാണ് വലുത് എന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. അള്ളാഹു നമുക്ക് ശരിയായ രീതിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.